പേരുവെല്ലാം നോക്കുകയാണോ? പേരുവെല്ലാം നോക്കുകയാണോ? മതി. എവിടുന്നാ വരുന്നേ? ഒർലാൻഡോ ഫ്ലോറിഡ അല്ലേ? മോളെന്ത് ചെയ്യുന്നു? What do you want to become? I'm a doctor. എന്താ ചെയ്യുന്നത്? Fourth year college now. Third year college. എന്ത് വന്നില്ലേ? Good. ചോദിച്ചിട്ട് പറയാ. റെസ്റ്റോറന്റ് എവിടെയാണെന്ന് അറിയാം? റെസ്റ്റോറന്റ് അറിയാം എവിടെയാന്ന്? ഓക്കെ. ആന്റണി. നാട്ടിൽ കോഴിക്കോട്. എസ് പിയില് അവിടെയാണ് ഞാൻ പെഡിഗ്രി പഠിച്ചത്. 86. കോഴിക്കോട് നമ്മുടെ പേരൻസിന്റെ വീടൊക്കെ പാലായിക്കടുത്തായിരുന്നു. പുള്ളിയൊക്കെ അവിടെയാണ്. അങ്ങനെ എസ് പിയെ പറ്റി വലിയ അഭിപ്രായമായിരുന്നു. അപ്പൊ അങ്ങനെ വന്നാണ്. 2 വർഷം. 2 വർഷം. അത് എഞ്ചിനീയറിങ്ങിന് തൃശ്ശൂര് മെക്കാനിക്കൽ എഞ്ചിനീയർ. അത് കഴിഞ്ഞ് ഇവിടെ ഡൽഹി ഉണ്ടായിരുന്നു കുറെ കാലം. അവിടെ ഡൽഹി സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി ഉണ്ടായിരുന്നു. സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അവിടെ 4 വർഷം. പിന്നെ ഇവിടെ വന്നു. US-ല് ഇതില് മാസ്റ്റേഴ്സ് പഠിക്കാൻ ഇവിടെ കമ്പ്യൂട്ടറിലേക്ക് പോയി. ഇപ്പോഴിവിടെ വീട് ഇവിടെയാണ്. ചിക്കാഗോയിൽ ഇപ്പം 10-30 വർഷമായി. ഇവിടെയാണ് നമ്മുടെ മെയിൻ. അൽഫോൻസ. നാട്ടില് കോഴിക്കോട് തന്നെ. കണ്ണൂര്. ഇവിടെ കണ്ണൂര്
കണ്ണൂര് ഇരിട്ടി പേരാവൂർ എന്ന് പറയും. എന്താ പഠിച്ചത്? ഞാൻ നേഴ്സാണ്. എവിടെ ജോലി ചെയ്തത്? ജോലി ഇവിടെ അഡ്വക്കേറ്റ് ഹെൽത്ത് കെയറില്. നാട്ടിലെവിടെ ജോലി ചെയ്തത്? നാട്ടില് ടീച്ചറായിരുന്നു. ഇവിടെ വന്ന് നേഴ്സിംഗ് പഠിച്ചു. ഗുഡ് മോർണിംഗ്. ഈ സാറിന് എങ്ങനെ പരിചയപ്പെട്ടത്? കല്യാണം കഴിക്കാൻ പോയി. ഇവിടെ വന്ന് പഠിത്തം കഴിഞ്ഞ് നാട്ടിൽ പോയി കണ്ടുപിടിച്ച് കല്യാണം കഴിച്ചു. സാറിന് എങ്ങനെ മക്കള് രണ്ടുപേരാ ഉള്ളെ. മോള് ഇവിടെ കാലിഫോർണിയ ഗൂഗിളിൽ ജോലി ചെയ്യുന്നു. മോൻ ഇവിടെ ചിക്കാഗോയില് ഒരു കമ്പനിയിലും മാനേജറായിട്ട്. അതിനെപ്പറ്റി ആലോചിക്കേണ്ട സമയം ആയിക്കൊണ്ടിരിക്കുന്നു. ഹായ്, പേരെന്ന് പറയാം. ജോബി ജോർജ്. അനു ജോർജ്. How you are connected with SB and Assumption? അസംഷനിലാണ് പ്രീ ഡിഗ്രി പഠിച്ചത്. ഏത് വർഷം? 87 ഗ്രാജുവേറ്റ് ചെയ്തു. 85-87. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗിന് പോയി. എവിടെ? കോയമ്പത്തൂരാണ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അങ്ങോട്ട് പോയി. എന്നിട്ട് US-ലേക്ക് വന്നു. 95-ല് ഞങ്ങൾ കല്യാണം കഴിച്ചു. I was born in Delhi. Okay. Hindi malum. ഹിന്ദി മാറും. Yeah. So what you are doing now here? Oh, I was in IT. I'm retired, but I was in IT. And children, you have what your children are Oh, doing? two daughters Two daughters and they both are engineers working. Good. Thank you. in Michigan. Michigan? Yeah, coming from Michigan. Oh, okay. All right, thank you. Hello. What's your name? Christopher. Samuel. Grace. Crystal, Hannah. What do you do? I'm chilling right now. How you are connected with this college? Oh, my dad is the president. Where is he? He's somewhere there. What do you want to become? What do I want to become? Maybe like psychologist. What do you want to become now? I want to become an actuary. Principal. Straight away. What's your name? Hannah. What do you do? I'm just like here. Which grade you are? I'm going to middle school, 6th grade. You sing? Three lines? Can you sing? Let it go, can't hold it back anymore. Keep going, keep going. One more time. Let it go, that perfect girl is mine. Thank you, thank you. You sing? Not little. I don't know what song to sing, so I'm Anything? No. Hi, good morning. Where is Nora? സോഫി. You're shooting. നാട് നാട്ടിലെവിടെ? നാട്ടിൽ ചങ്ങനാശ്ശേരി അടുത്ത് മാമൂടാൻ. മാമൂട്ടിലെവിടെ വീട്ടിൽ? പാലാക്കുന്നേൽ. പാലാക്കുന്ന്. ആ. ഈ പാലാക്കുന്നില് നമ്മുടെ കണിച്ചോട്ടുള്ള പാലാക്കുന്ന കുടുംബക്കാരാ? കുടുംബക്കാരാ? അയ്യാ ഫ്ലോറിഡയിലാണ്. ഞാനിവിടെ ആ ജെയിംസ് ഷൂട്ടിയൊക്കെ ഉണ്ട്. ഒരു അല്ല, ജെയിംസ് ഞാൻ ഹ്യൂസ്റ്റണിൽ നിന്ന്. ഞാൻ ഹ്യൂസ്റ്റണിൽ നിന്ന്. ഭൂഷണിതാണ്. ഉത്തരപ്പള്ളിക്കാരനാ. ഉത്തരപ്പള്ളിയാ. ഞാൻ ആലുവ. പള്ളിയെടുത്താ അങ്ങോട്ട് പള്ളിയെടുത്ത ഓക്കെ ഓക്കെ. മലപ്പള്ളി തോന്നുമായിരിക്കും. അവിടെ അറിയാം അറിയാം. പേര്? മനോജ്, ഡോക്ടർ മനോജ് നേരിയമ്പറമ്പിൽ, പ്രസിഡന്റ് ഓഫ് ഷിക്കാഗോ അസോസിയേഷൻ, അലുമിനി അസോസിയേഷൻ. SB യിൽ പഠിച്ചിരുന്നു. SBയിൽ പഠിച്ചിരുന്നു. 1987 to 1990. ഏതായിരുന്നു മേജർ? ഞാൻ പ്രീ പഠിച്ചു, ഒരു വർഷം ഡിഗ്രി പഠിച്ചായിരുന്നു. ഫിസിക്സ്. അത് കഴിഞ്ഞ് അങ്ങോട്ട് പോയി. പിന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു. പിന്നെ പഠിച്ചത് അവിടുന്ന് ഡിഗ്രി എടുത്തു. പിന്നെ അത് ഇവിടെ വന്ന് ലേവലായി പഠിച്ചു. എന്നിട്ട് ഷിക്കാഗോയിൽ പ്രാക്ടീസ് ചെയ്യുന്നു. മെഡിക്കൽ കോളേജിലെ കോട്ടയത്ത് തന്നെയാണ് അല്ലേ?
അവിടെയുള്ള പലരും ഇവിടെ ഉണ്ട്. ഇന്നലെ നമ്മള് അവിടെ ഒരു 2 ലൈൻ പറഞ്ഞാൽ എസ് പി കോളേജിനെ പറ്റി. എസ് പി കോളേജ് എന്ന് പറഞ്ഞാൽ നമ്മളെ കുഞ്ഞിലെ തൊട്ടുള്ള ഒരു പാഷനാണ്. ഞാൻ എസ് പി കോളേജിൽ പോകുന്ന വഴിയൊക്കെ കാണുമായിരുന്നു കോളേജ്. പിന്നെ എൻ്റെ ഒരു അങ്കിൾ അവിടുത്തെ പ്രിൻസിപ്പൾ ആയിരുന്നു. അങ്ങനെയൊക്കെ ഒരു പരിചയമുണ്ട്. അപ്പൊ അതുകൊണ്ടൊരു എസ് പി എന്ന് പറഞ്ഞ ഒരു ഇപ്പോഴും ഒരു ചോര തിളയ്ക്കുന്ന അനുഭവമാണ്. അതുകൊണ്ട് ഇപ്പോഴും അതിന്റെ ഒരു സ്നേഹമാണ്. അതുകൊണ്ട് തുരുത്തി എന്ന് പറയും, നേരിയമ്പറമ്പിലാണ്. ഷിക്കാഗോയുടെ അലുമിനി അസോസിയേഷൻ പ്രസിഡന്റാണ്. ഈ കൺവെൻഷന്റെ കോ ചെയർ ആയിട്ട് താങ്ക് യു സോ മച്ച്. സാറെ പേരെന്ന് പറയാം. ടോം തോമസ്. തങ്കമ്മ തോമസ്. നാട്ടില് കോട്ടയത്ത്. സംക്രാന്തി. എസ് പിയില് ഞങ്ങള് സ്പെഷ്യൽ ബി എസ് സിക്ക് പോയി. 68 to 71. MSc ഉണ്ടായിരുന്നു. ഇല്ല. ഈ ജോളി എബ്രാഹിമിനെയോ വല്ലതും അറിയാമോ? ഞാൻ ആ ഗ്രൂപ്പിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്യായിരുന്നു. ജോളി എബ്രാഹിം, ലൂയിസ്, പിന്നെ ഫാദർ. സ്പെഷ്യൽ ബി എസ് സിക്കാരാണ്. ഞങ്ങള് സെക്കൻഡ് ബാച്ച്. അവര് ഫസ്റ്റ് ബാച്ച്. ഇവിടെ എന്ത് ചെയ്തു? ഇവിടെ 73 വന്നത്. ഇവിടെ എന്ത് ചെയ്തു? ഞാൻ സ്റ്റുഡന്റ് ആയിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ജോലി ചെയ്തു ബിസിനസ് ആയിട്ട്. 75 ജൂൺ വന്ന് നേഴ്സാണ്. ഡൽഹിയിലായിരുന്നു പഠിച്ചത്. ഇവിടെ വന്നു ഞങ്ങൾ ഇവിടെ കല്യാണം കഴിച്ചു. മക്കളൊക്കെ 3 പേര് കൂടിയുണ്ട്. ഇതുകൊണ്ട് പിന്നെ ഇച്ചിരി ഉറങ്ങി. ഇതെന്റെ വൈഫ് നിഷ. വിനോദ്. എവിടാ വീട്? ചങ്ങനാശ്ശേരിയാണ് വീട്. പഠിച്ചത് ഞാൻ അസംഷനില് ഡിഗ്രി ചെയ്തു. ഡിഗ്രി ഇക്കണോമിക്സ്. അത് കഴിഞ്ഞിട്ട് ഞാൻ MSW ചെയ്തു രാജഗിരി കോളേജിൽ. സോഷ്യൽ വർക്കറായിട്ട് ഇപ്പം കാനഡയിൽ. ഇദ്ദേഹത്തെ എങ്ങനെയാണ്? യൂണിയൻ ചെയർമാൻ ആയിരുന്നു. ഇവിടെ യൂണിയൻ വർക്ക് വല്ലതും ഉണ്ടോ? അസംഷൻ അല്ലെങ്കിൽ അങ്ങനെ പോളിറ്റിക്സ് ഒന്നും ഇല്ലല്ലോ. പേരെന്ന് പറഞ്ഞു. നാട്ടിലെവിടെയാണ്? ഓ ഓക്കെ. അച്ഛൻ എസ് പി കോളേജായിട്ടൊക്കെ നടത്തുന്നു. അലുമിനി. അതെ. അച്ഛൻ ഏത് വർഷമൊക്കെ പഠിച്ചതൊക്കെ? ഞാൻ 67 ബാച്ച്. ചാക്കച്ചേരിയൊക്കെ അറിയാം. എന്റെ അളിയനാ അച്ഛൻ. അനിയൻ ചാക്കച്ചേരി. ഹ്യൂസ്റ്റണിൽ വരാറുണ്ട് അച്ഛൻ? പോയിട്ടുണ്ട്. ഇത് അടുത്തൊന്നും വന്നില്ലല്ലേ? ഹോട്ടലുണ്ട്. അവിടെ ഉണ്ടായിരുന്നു. നാട്ടില് ഞാൻ ചങ്ങനാശ്ശേരിയിലാണ്. പായിപ്പാട്, നാലുകോടി. എസ് പിയില് ഞാൻ 5 വർഷം ഉണ്ടായിരുന്നു, പഠിച്ചിരുന്നു. ഞാൻ എക്കണോമിക്സ് പഠിച്ചത്. മാരൂരച്ഛനും മടത്തിപ്പറമ്പിലച്ഛൻ്റെ ഒക്കെ സമയത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഡിഗ്രി പാസ്സാക്കി കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് US പോന്നു. US ഇവിടെ ഷിക്കാഗോയിലാണ്. നമ്മുടെ ഈ അലുമിനി കൺവെൻഷൻ എല്ലാ ഭാഗങ്ങളും നേരിടുന്നു. നന്നായിട്ട് നടക്കട്ടെന്ന് പ്രത്യേകം എല്ലാവരുടെയും പ്രാർത്ഥനകള് അപേക്ഷിക്കുന്നു. ഞാൻ ഇവിടെ പിന്നെ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഡിപ്പാർട്ട്മെന്റിലാണ് ജോലി ചെയ്യുന്നത്. 30 വർഷത്തോളം ആയിട്ട്. ഇല്ലില്ല, ഒരു ഫ്യൂ. അതെ, സ്റ്റിൽ ഗോയിങ്. താങ്ക് യു. ബെഞ്ചമിൻ. ഞാൻ ചെങ്ങന്നൂര്
എസ് ബിയിൽ എത്ര വർഷം എസ് ബിയിൽ എത്ര അസംഷൻ ഉണ്ടോ? അതെ, അസംഷനിലെ സ്റ്റുഡന്റ് ആണ്, എസ് ബിയിലെ സ്റ്റുഡന്റ് ആണ്. അസംഷനിലെ BSc കെമിസ്ട്രി ആയിരുന്നു, SB-യിലെ MA ലിറ്ററേച്ചർ ആണ് പഠിച്ചത്. അതെ, കെമിസ്ട്രി കഴിഞ്ഞ് ആർട്സിലോട്ടാണ് കൂടുതൽ ചായ്വ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് പിന്നെ അസംഷനിൽ ഒരു 3 മാസം ടീച്ചറായിട്ട് ജോലിയും ചെയ്തിട്ടുണ്ട്. അതെ, ലിറ്ററേച്ചറിലെ ഇംഗ്ലീഷ് രണ്ടുപേരും പോയം പാടാം. പോയം ഫ്ലവറിനെ പറ്റിയോ? ഇത് എഡിറ്റ് ചെയ്യുമല്ലോ അല്ലേ? പിന്നെ മൊബൈൽ നോക്കി. As William Wordsworth says, nature, he was an admirer of nature, and he said that poetry is emotions recollected in tranquility. Poetry is emotions recollected in tranquility. ഈ കെമിസ്ട്രി ഒക്കെ പഠിച്ചിട്ട് ഈ ഒഴിച്ച് അതെല്ലാം H2O അതെല്ലാം എഴുതി പഠിച്ചിട്ട് ഈ ലിറ്ററേച്ചർ വന്നപ്പോൾ what was the purpose? അത് കെമിസ്ട്രിയും ലിറ്ററേച്ചറും കൂടെ നല്ല ബന്ധമുണ്ട്. കാരണം അതൊരു നല്ല കോമ്പിനേഷൻ ആണ്, സയൻസും ആർട്സും കൂടെ. അതുകൊണ്ട് ലേറ്റർ ഓൺ ഇൻ ലൈഫ് ഒരുപാട് അത് ഉപകാരപ്പെട്ടു. So why SB College for Literature? SB കോളേജ് എന്റെ ഒരു സെക്കൻഡ് ഹോം പോലാണ്. കാരണം എന്റെ ഫാദർ അവിടുത്തെ ടീച്ചറായിരുന്നു, D വർഗീസ് സാറ്. സാറ് ചാച്ചന് എക്കണോമിക്സിലെ ടീച്ചറായിരുന്നു. He was also the physical director. So my mother was a first physical directress of Assumption College. So what is your relation with physical education? Since both parents are in the field of physical education, I used to be active in school. Sprinter ആയിരുന്നു. No. I was long jump and skipping. That's it. സാറ് എങ്ങനെയാണ്? ഞാൻ വൈഫാ, ഞാൻ ആ കൂട്ടത്തിൽ ഒന്നാ. അതെ ഏതാ നാട്? നാട് ചെങ്ങന്നൂര്. ഞാൻ പഠിച്ചത് ക്രിസ്ത്യൻ കോളേജ് ചെങ്ങന്നൂരാണ്. എന്റെ വൈഫാണ് SB അസംഷൻ. SB-യില് പഠിച്ചു, അസംഷൻ പഠിച്ചു. അതുപോലെ അസംഷന്റെ ലെക്ചറായിട്ട് ജോലി ചെയ്തു. സാറ് എന്ത് ചെയ്തു എന്നിട്ട്? ഞാൻ ഫിസിക്കൽ തെറപ്പിസ്റ്റ് ആണ്. CMC വെല്ലൂരിൽ നിന്നുള്ള പ്രൊഡക്റ്റ് ആണ്. ഒരുമിച്ച് ട്രിവാൻഡ്രത്തായിരുന്നു. പുള്ളിക്കാരത്തി വൈഫ് മാരിവാനസ് കോളേജിൽ ലെക്ചറായിരുന്നു. ഞാൻ മെഡിക്കൽ കോളേജിലെ സയന്റിഫിക് അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അവിടെ എവിടെ താമസം? ഇവിടെ ഷാംബർഗ് എന്ന് പറഞ്ഞ സ്ഥലം, ചിക്കാഗോ. ഇത് കൊച്ചുമക്കള് 2 പേര് വന്നിട്ടുണ്ട്, മകളുടെ മക്കളാണ്. സാറേ പേരെന്ന് പറഞ്ഞു? എന്റെ പേര് മജു നേരിപ്പുറത്തൽ. ഞാൻ തുരുത്തിയുന്നതാണ്. താങ്കളും ഡോക്ടറാണ്? അല്ല, ഞാൻ ഇവിടുത്തെ നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് മാനേജർ. SB-യിൽ എന്താ ചെയ്തത്? ഞാൻ പ്രീ ഡിഗ്രി 89 പാസ് ഔട്ട് ആയി. അത് ലാസ്റ്റ് ബാച്ച് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഡിഗ്രി മംഗലാപുരത്ത് പഠിച്ചു. ഞാനും എന്റെ സിമ്പിളായി, ഞാനും എന്റെ വൈഫ് സിമ്പിളും മോനും കൊണ്ട് വന്നിട്ടുണ്ട്. ഇതാണ് എന്റെ വൈഫ്. ഇവിടെ നാട് എവിടെയാണ്? എന്റെ വീട് കുറവലങ്ങാട് മറ്റത്തിൽ. ചങ്ങനാശ്ശേരിയിലാണ് കല്യാണം കഴിച്ചത്. ചങ്ങനാശ്ശേരി ഓക്കെ ആണോ? പിന്നെ ചങ്ങനാശ്ശേരി അടിപൊളി സ്ഥലമാണ്. എന്റെ പ്രോപ്പർ കുര്യനാട് മറ്റത്തിലാണ്. എന്റെ വീട് കറിയച്ചാൽ. ചങ്ങനാശ്ശേരി സെനി SCNMI ഗ്രൂപ്പിലുണ്ട്. ഇന്നലെ വന്നില്ലല്ലോ വൈകിട്ട്? പേരെന്ന് പറഞ്ഞു? എൻ്റെ പേര് ജെയിംസ് എബ്രഹാം. 1980 SB കോളേജിൽ നിന്ന് ഫിസിക്സിൽ MSc എടുത്തു. അതേ വർഷം തന്നെ SB കോളേജിൽ അധ്യാപകനായിട്ട് ജോയിൻ ചെയ്തു. ഏകദേശം ഒരു ഡെക്കേഡ് SB കോളേജിൽ അധ്യാപകനായിരുന്നു. അതിനുശേഷം 89 അവസാനം അമേരിക്കയിലേക്ക് വന്നു. ഇവിടെ വന്ന് ഇലിനോയ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് ഒരു കമ്പ്യൂട്ടർ സയൻസിൽ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി എടുത്ത ശേഷം AT&T ബെൽ ലാബറട്ടറീസിലാണ് വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. AT&T ബെൽ ലാബറട്ടറീസിൽ വർക്ക് ചെയ്തു. പിന്നെ അതിനുശേഷം ലൂസൻ ടെക്നോളജീസ്, ആൽക്കട്ടൽ ലൂസന്റെ അവസാനം നോക്കിയയിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ നോക്കിയയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതിന്റെ ആദ്യകാല പ്രസിഡന്റിൽ ഒരാളാണ് ഈ ലോക്കൽ ചാപ്റ്ററിന്റെ, ചിക്കാഗോ ചാപ്റ്ററിന്റെ ആദ്യകാല പ്രസിഡന്റാണ്. വളരെ സജീവമായിട്ട് പോകുന്ന ഒരു ഗ്രൂപ്പാണ് ചിക്കാഗോ ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ അവരെ
അവർ ഇനിഷ്യേറ്റ് ചെയ്താണ് ഇതുപോലെ ഒരു നാഷണൽ കൺവെൻഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. അവർ അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നുണ്ട്. ഇത്ര ഒരു ഗെറ്റ് ടുഗദർ ഇവിടെ നടത്തുന്നതിന് വേണ്ടി അവരുടെ ഹാർഡ് വർക്ക് ശരിക്കും അഭിനന്ദനീയമാണ്. താങ്ക് യു. SBL education and teaching. How that shaped your career? ഇവിടെ അമേരിക്കയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ പുതിയ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതിനുള്ള എല്ലാ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം SBL നിന്ന് കിട്ടിയതാണെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇവിടെ വന്ന് ഒരു ഹയർ സ്റ്റഡീസിന് പഠിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് അതിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളല്ലേ വളരെ പ്രയാസം കുറഞ്ഞ് വളരെ ബുദ്ധിമുട്ട് കുറഞ്ഞ് ചെയ്യാൻ സാധിച്ചതിന്റെ പ്രധാന കാരണം സെന്റ് ബർക്ക്മാൻസിലെ വിദ്യാർത്ഥി എന്ന നിലയിലും പിന്നീട് അധ്യാപകൻ എന്ന നിലയിലും തുടർച്ചയായിട്ടുള്ള പഠനം കൊണ്ടാണ് അത് സാധിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. SBL 7 വർഷം പഠിച്ചു. ഏകദേശം 9-10 വർഷം SB കോളേജിൽ അതെ 10-20 വർഷത്തെ ബന്ധം അവിടുത്തെ മണ്ണിനോടും പുള്ളിനോടും ഡിപ്പാർട്ട്മെന്റിനോടും എല്ലാം ഉണ്ട്. SBയില് സാറ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ അതിന്റെ എന്തെങ്കിലും അത്ലറ്റ് ഇല്ല അതൊന്നും വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഒരു പുസ്തകം പുഴുവെന്നോ അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇല്ല താല്പര്യപ്പെടുന്നുണ്ടോ? എന്തോ എഴുതാൻ താല്പര്യപ്പെടുന്നു. റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ അതിനെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ടായി. നമ്മുടെ അനുഭവങ്ങളെല്ലാം കൂടെ ക്രോഡീകരിച്ച് ഒരു ചെറിയ ബുക്ക് എഴുതണമെന്ന് ആഗ്രഹം. എങ്ങനെയാ ഫിസിക്സിലോട്ട്? ഫിസിക്സ് ഇഷ്ടമായിരുന്നു. ഫിസിക്സ് മാത്സും എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. അന്നത്തെ കാലത്ത് ഫിസിക്സിനാണ് കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞു. പക്ഷെ മാത്സ് ആയിരുന്നു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സബ്ജക്ട്. കെമിസ്ട്രി എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. എങ്കിലും ഫിസിക്സിലാണ് മാസ്റ്റേഴ്സ് എടുത്തത്. ഫാമിലി ഭാര്യ എടുത്തവയാണ് പട്ടത്താനമാണ്. അത് 3 മക്കളാണുള്ളത്. ഒരാൾ കല്യാണം കഴിച്ചു, മറ്റൊരു ജോലി ചെയ്തില്ല. 3 പേരും ജോലിയാണ്. താങ്ക് യു സർ. പിന്നെ അറിയാം. താങ്ക് യു. അവസാനത്തെ രജിസ്ട്രേഷൻ അച്ഛാ പേരെന്ന് പറയാമോ? പേര് എബ്രഹാം കളരിക്കൽ. നമ്മുടെ ഇവിടുത്തെ പള്ളി വികാരിയാ. നാട്ടില് ഏറ്റുമാന്റെ അടുത്ത് മഞ്ഞൂർ ചമക്കാലപ്പള്ളി ഇടവ. തോമസ് മുളവന് വികാരിയാണ്. നാട്ടിലെ അണക്കരയാണ് ചക്കുവെള്ളം. പാരന്റ്സ് ഇടുക്കി ഡിസ്ട്രിക്ട്. ഈ 3 ദിവസം തിരക്കാണല്ലോ അല്ലേ? അതെ ഒരു ഉത്സവമല്ലേ, ഏറ്റവും ഉത്സാഹമുള്ള ദിവസങ്ങളാണ്. കൺവെൻഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അതുപോലെ ഈ അലുമിനി വളരെ കൂട്ടായ്മയുടെ ഒരു പ്രതീകമാണ്. അച്ഛന് എത്ര നാളായി? ഞാന് 10-20 വർഷമായി. അച്ഛനാണ് ഈ താങ്ക് യു അച്ഛൻ. പേരെന്ന് പറഞ്ഞേക്കോ? ഞാൻ തോമസ്, നോർത്ത് കരോളീന. Leather Joseph from North Carolina, and our children. I'm Leo. I'm Gio. SBL Commerce 78 to 85 MCOM complete. MCOM.
അത് കഴിഞ്ഞ് ഗൾഫില് പിന്നെ US 2002 മുതൽ നോർത്ത് കരോളിനയിലാണ്. ഗൾഫിൽ ദുബായ് എന്തോ അക്കൗണ്ട്സിലായിരുന്നു. ലത ജോസഫ്, ഞാൻ പ്രീ ഡിഗ്രി ആൻഡ് BSc കെമിസ്ട്രി 84 to 89 അസംഷൻ കോളേജ്. അത് കഴിഞ്ഞ് went for BSc nursing, worked in Saudi Arabia, Dubai, now in United States since 2002. Then I went to UNC Chapel Hill, did my master's and later the doctorate. Now I work as a faculty at Duke University School of Nursing, and I'm a program director for nurse practitioner residency at one of the VA healthcare systems. And what do you do? I'm currently doing undergraduate studies. Right now, I'm majoring in engineering, and I plan on doing computer engineering. This branch engineering. Computer engineering, How long it will be? When it will be finished? probably When around you are graduating? 3 years. 3 years. My name is Leo. I graduate from UNC Chapel Hill 2023 with bachelor's in computer science. I'm currently working in the IT field and doing my master's online at East Carolina University in computer science. I'm living in North Carolina, outside of Raleigh, with my parents. ശരി, ലത മലകുന്നം പൊടിപ്പാറ മലകുന്നം തുരുത്തി. Oh, Turkey. നമുക്ക് മാറ്റി ഇവിടെ ഇല്ല, അതുകൊണ്ട് എല്ലാവരും ദയവായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് യൂസ് ചെയ്ത് നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. അവിടെ നമ്മളെല്ലാവരും കൂടെ പിതാക്കന്മാരെ സ്വീകരിച്ച് ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റില്ല. ഇവിടെ മൈക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു അനൗൺസ്മെന്റ് ഓൺലൈൻ ചെയ്യുകയാണ്. ആഹാരം കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും വെളിയിലേക്ക് വരണം. പിതാവിനെയൊക്കെ സ്വീകരിച്ച് എല്ലാവരും കൂടെ ഒന്നിച്ച് വരുന്നതിന് വേണ്ടി. പേരൊന്ന് പറയാം. എന്റെ പേര് ആന്റണി സത്യദാസ്. കോട്ടയം, ഫ്ലോറിഡയിലാണ്, ജാക്സൺ ഫ്ലോറിഡ, മെഡിക്കോളേജ് അടുത്ത്. ഞാൻ 2 വർഷം ഉണ്ടായിരുന്നു പ്രീ ഡിഗ്രി ഹ്യൂമാൻസ് ഹോസ്റ്റലിലായിരുന്നു. 77-79. അത് ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ, തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചു. പിന്നെ നാട്ടിൽ കുറെ നാൾ ജോലി കഴിഞ്ഞ് ഇവിടെ പഠിക്കാൻ വന്നു. അതെ, CET. ഞാൻ ഇലക്ട്രിക്കലായിരുന്നു. I'm Rennie Nainan. We used to be in Chicago. Since 2004, we are in Dallas. I studied pre-degree 82 to 84. Then I did electronics and communication engineering from CET Trivandrum. And I've been in the, since then I've been working 3 years in Delhi, 2 years in Dubai, rest of the years in the US. In between, I was in Russia for a year. Then I was in India for 3 years. And now I'm back in the US. You live in Chicago? No, I'm living in Dallas. Dallas. You work for some senior position? I was a VP in Ericsson. Yeah. And now I do some consulting for AIML company for military. Not you know Malayalam? And yeah. How you landed in SP College? How did I land? So I was studying in Bangalore. My brother and I, we are twins. And at that time, he said, my dad wanted to send us to a boarding school. And he said SB is the best because he studied there. Pulke Paramalachan was his warden and he was a principal when we were there. You enjoyed those 2 years, huh? Those 2 years are fun. How was your life in Trivandrum? Trivandrum was really cool. Yeah. We have a very large, vibrant engineering group on WhatsApp. You still have some contacts with your batchmates engineering? Lot of them. Everyone. Lot of them. Thank you so much, sir. Thank you. I am from Houston. പേരെന്ന് പറയാം. ജോയ് ചാക്കോ. നാട്ടില് ചാണശ്ശേരി. ഇവിടെ ന്യൂജേഴ്സിയിലാണ്. ചാണശ്ശേരി വാഴപ്പള്ളി. This is fun. ഡെയ്സി ചാക്കോ.
അസംഷനിൽ ഞാൻ പഠിച്ചു, SB-യില് പഠിച്ചു. എത്ര വർഷം ഉണ്ടായിരുന്നു? ഞാൻ പ്രീ ഡിഗ്രി മാത്രം അവിടെ പഠിച്ചു. ചേച്ചിയും പ്രീ ഡിഗ്രി. അത് കഴിഞ്ഞ് ഞാൻ REC കൊച്ചിയിലോട്ട് പോയി. അവിടുന്ന് ഇവിടെ സിറിക്യൂസിലാദ്യം വന്നു. ഇവിടെ ബെല്ലാബ്സും AT&T ഒക്കെ ആയിട്ട്. ഫാദർ അവിടുത്തെ ചങ്ങനാശ്ശേരി MLA ആയിരുന്നു, KG ചാക്കോ. ഞാൻ മെഡിക്കൽ കോളേജ്, കോട്ടയം മെഡിക്കൽ കോളേജ്. അത് കഴിഞ്ഞിട്ട് 2 വർഷം പ്രീ ഡിഗ്രി അസംഷൻ, പിന്നെ കോട്ടയം മെഡിക്കൽ കോളേജ്. അത് കഴിഞ്ഞ് ഇവിടെ വന്നു റെസിഡൻസ് ചെയ്തപ്പോൾ ജോലി ചെയ്തു. ഇന്റേണൽ മെഡിസിൻ. ഞങ്ങള് റോക്ക്ഫോർഡ് എന്ന് പറഞ്ഞു, ഷിക്കാഗോയിൽ 1 മണിക്കൂർ. താങ്ക് യു. What to do? I was taking my food, you know. പേര് ഷാജി ജോസഫ്, സ്ഥലം നാട്ടിലെ പായിപ്പാടാണ്. SB-യിലെ 87 വരെ MSc ഫിസിക്സ് ആയിരുന്നു മേജർ. സാറ് 7 വർഷം SB-യിലായിരുന്നു. 7 വർഷം ബേസ് സ്കോളറായിരുന്നു 7 വർഷം. അതെ അതെ. ഏത് ഇയറിലെ MSc കഴിഞ്ഞു? 87. ഞാൻ 76-78 പ്രീ ഡിഗ്രി. മേ ബി സാറ് ജൂനിയറാ. അതെ. നമ്മുടെ നാട് എവിടെയാ ചേച്ചി? എവിടെയാ പത്തനംതിട്ട? പഠിച്ചതൊക്കെ? കാത്തലിക് യൂണിവേഴ്സിറ്റി BSc. അത് കഴിഞ്ഞിട്ട് നേഴ്സിംഗിന് പോയി. എവിടെ? ബെസേലിയസ് മെഡിക്കൽ മിഷൻ. അത് കോതമംഗലം. അത് കഴിഞ്ഞിട്ട് അമേരിക്കക്ക് പോകുന്നു. അമേരിക്ക ആന്റി വഴി ഇവിടെ വന്ന് റെസ്പിറേറ്ററി സ്കൂൾ പഠിച്ചു. അല്ല, RN ഫിനിഷ് ചെയ്യുന്നില്ല. ഞാൻ ഇവിടുന്ന് പോയി കല്യാണം കഴിച്ചു. ഫിസിക്സ് തന്നെ വേണമായിരുന്നു. സാർ എന്ത് ചെയ്തു അവസാനം? ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു? ഇവിടെ വന്ന് ഞാൻ ആദ്യമേ കമ്പ്യൂട്ടർ സയൻസ് മേജർ ആയിരുന്നു. ഒരു 1.5 വർഷത്തോളം IT ജോബ് ആയിരുന്നു. അത് കഴിഞ്ഞിപ്പോ ടീച്ചറാണ്, ഹൈസ്കൂൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഏത് ഇതിലാണ്? ഏത്? ഷിക്കാഗോയിൽ തന്നെ. ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടോ? റെസ്പെക്ടറി തന്നെയാണ്. ഷിക്കാഗോ. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? സാറിന്റെ ഇവിടെ സീറോ മലബാറിലാണോ? നാട്ടിലെ ഓർത്തഡോക്സ് ആണ്. എവിടെയായിരുന്നു? നോർത്ത് ഇന്ത്യയിലായി. എവിടെയായിരുന്നു? രാജസ്ഥാൻ ഹൈസ്കൂളിൽ പഠിച്ചു. അതെ. ഫിസിക്സ്. നാട്ടിൽ ജോലിയാണ് ചെയ്തോ? ഇവിടെ നേരിട്ട് പോരുമായിരുന്നില്ല. അതാ ഞാൻ കംപ്ലീറ്റ് ചെയ്താൽ വന്നല്ലേ? ഓക്കെ. ഹലോ, നമസ്കാരം. എൻ്റെ പേര് അനിൽ അഗസ്റ്റിൻ എന്നാണ്. ഞാൻ അറ്റ്ലാന്റ ജോർജിയയിൽ നിന്നാണ് വരുന്നത്. ഒറിജിനലി ഐ എം ഫ്രം രാമപുരം, and then now since my parents are settled in Kannur, ഞാനൊരു കണ്ണൂരുകാരനാണ്, തലശ്ശേരി രൂപതക്കാരനാണ്. ഞാൻ SB-യില് പ്രീ ഡിഗ്രിക്കാണ് പഠിച്ചത്, സെക്കൻഡ് ഗ്രൂപ്പ്. 1986
86 മുതൽ 88 വരെയുള്ള ബാച്ചിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. എന്നെ കുറിച്ച് പറയാനായിട്ട് I'm a management graduate from Gujarat University BK School of Management, and later I started my business in human resources in India and then immigrated to America in 2006. I and my wife are teachers in the public school system of Georgia. I'm based at Atlanta, southern Atlanta. I have a small business as well simultaneously. My business name is RATAR, Rural Agricultural Development Training and Research, RATAR. RATAR എന്ന സംരംഭം നമ്മൾ പ്രവാസികൾക്കും നാട്ടിലുള്ള സഹോദരങ്ങൾക്കും ഒരേപോലെ സംരംഭകത്വം, റൂറൽ ആൻഡ് അർബൻ സംരംഭകത്വം ബിസിനസ്സുകൾ തുടങ്ങാനായിട്ട് കാർഷിക അനുബന്ധമായ ബിസിനസ്സസ് തുടങ്ങാനായിട്ട്, അതായത് നമ്മൾ പ്രവാസികൾക്ക് നാട്ടില് ഉള്ള പൈതൃക സമ്പത്ത് സംരക്ഷിക്കുന്നതിനും പൈതൃക സമ്പത്തിൽ നിന്ന് പ്രവാസികൾക്ക് ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള പ്രൊഫഷണൽ ഇൻഫ്രാസ്ട്രക്ചർ നാട്ടിൽ ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദൈവം അനുഗ്രഹിച്ച് നമ്മൾക്ക് സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെയും സ്റ്റാർട്ടപ്പ് കേരളയുടെയും കേന്ദ്ര കാർഷിക സർവകലാശാലയുടെയും അതുപോലെ തന്നെ സ്വാമിനാഥൻ ഫൗണ്ടേഷൻ, കാർഡ്സ് തൊടുപുഴ പോലെയുള്ള NGOകളുടെയും പാർട്ണർഷിപ്പും ഒക്കെ ഉണ്ട്. ഈ ഒരു കാര്യം നമ്മൾ പ്രവാസികളോട്, നമ്മളുടെ കോളേജ് അലുമിനി സഹോദരങ്ങളോട് പറയാനായിട്ട് എനിക്ക് അവസരം തന്ന ശ്രീ സെനി ചേട്ടായിക്ക് ഒത്തിരി നന്ദി. നമസ്കാരം. താങ്ക് യു സാർ. സാർ, ഈ സാറിന് ഈ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞതിന്റെ ഒന്നുകൂടെ പറയാ പേര്? ratar.com. RATAR, RADTAR.com എന്ന വെബ്സൈറ്റ് നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെ വിശദ വിവരങ്ങൾ ലഭിക്കും. അത് തുടങ്ങാനുള്ള ഒരു വാട്ട് വാസ് ദാറ്റ് ഇൻസ്പിറേഷൻ? ഇൻസ്പിറേഷൻ വാസ് ഫൈൻഡിങ് എ സൊല്യൂഷൻ ഫോർ മൈ ഓൺ പ്രോബ്ലം. ഇവിടെ നിന്നുകൊണ്ട് എനിക്ക് മലബാറിലുള്ള പപ്പയും മമ്മിയും പോയി. ഇപ്പം പപ്പയുടെ അനിയൻ ഉള്ളിടത്തോളം കാലം പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു പ്രവാസിയായ ഞാന് എനിക്ക് നാട്ടിലത്തെ കാര്യങ്ങളും തോട്ടങ്ങളും ഒക്കെ നോക്കാനായിട്ട് ഇവിടെ നിന്നുകൊണ്ട് നോക്കാനായിട്ടുള്ളൊരു ടെക്നോളജിക്കൽ സൊല്യൂഷനാണ് റാട്ട. ഇപ്പൊ നമ്മുടെ സഹോദരങ്ങളൊക്കെ നാട്ടിൽ പറമ്പും കാര്യങ്ങളും നോക്കാൻ ആരുമില്ല എന്നുള്ള ഗതികേട് കൊണ്ട് നമ്മുടെ പറമ്പുകളും കാര്യങ്ങളും ഒക്കെ വിറ്റുപോവുകയാണ്. നമ്മുടെ സമുദായം ശോഷിക്കുകയാണ്. നോട്ട് ഓൺലി ഇൻ ടേംസ് ഓഫ് പീപ്പിൾ ബട്ട് ഇൻ ടേംസ് ഓഫ് വെൽത്ത് ആസ് വെൽ. നമ്മുടെ സമുദായത്തിന്റെ സ്വത്ത് മുഴുവനും അന്യവൽക്കരിക്കപ്പെടുകയാണ്, അന്യരുടെ കയ്യിലേക്ക് പോവുകയാണ്. അത് എന്റെ കുടുംബത്തിലുണ്ടായിരുന്നുള്ള നിർബന്ധ ബുദ്ധിയോട്ട് എന്റെ പാർട്ണർ ജോയ്സ്, ഹീസ് ബേസ്ഡ് ഇൻ റാന്നി. ഇങ്ങോട്ടേക്ക് വരാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അദ്ദേഹത്തിന്റെ പേരൻസ് ഇവിടെ അമേരിക്കയിൽ ന്യൂജേഴ്സിയിലുണ്ട്. അദ്ദേഹത്തിന്റെ സഹോദരൻ ഇവിടെയുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ നേഴ്സാണ്, NCLEX പാസ്സായ നേഴ്സാണ്. എന്നിട്ടും നാട്ടിൽ നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ജോയ്സ് ശ്രമിക്കുന്നു. നമ്മള് ജോയ്സിന്റെ കൃഷിയോടും അതുപോലെ തന്നെ നമ്മുടെ ഡയാസ്പോറയോടുമുള്ള അതേ ഒരു പ്രവാസിയായിരുന്നു. ഇസ്രായേൽ ഗവൺമെന്റിലും അതുപോലെ തന്നെ ദുബായ് ഗവൺമെന്റിലും അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിലും വർക്ക് ചെയ്തതാണ്. മരുഭൂമിയിലെ കൃഷി സാധ്യമാകുമെങ്കിൽ എന്തുകൊണ്ട് എന്റെ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ എന്തുകൊണ്ട് കൃഷി ലാഭകരമായി കർഷകർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ചിന്തയിൽ നിന്നാണ് അദ്ദേഹം ഇത് തുടങ്ങിയത്. ഞാൻ എന്റെ ഈ പ്രവാസി ജീവിതത്തിൽ എന്റെ നാട്ടിലുള്ള പൈതൃക സ്വത്ത് സംരക്ഷിക്കാൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള, എനിക്ക് അതിനുവേണ്ടിയുള്ള ഒരു പ്രൊഫഷണൽ എൻവയറമെന്റ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ജോയ്സുമായിട്ട് കൈകോർത്ത് ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഇതിന്റെ മെമ്പർഷിപ്പ് ആണ് എങ്ങനെ ഇതിന്റെ ജോയിൻ ചെയ്യുന്ന? റാട്ടാറിന് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് iOS-ലും ആൻഡ്രോയിഡിലും ലഭ്യമാണ്. അപ്പം iOS-ല് ഇതിന്റെ അത് സൗജന്യമായി ഉപയോഗിക്കാവുന്ന ഫീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ പെയ്ഡ് ആയിട്ടുള്ള if you want the more value added features, then there are satellite farming എന്നൊക്കെ പറയുന്നത് വലിയ ചെലവുള്ള കാര്യങ്ങളാണ്. സോ അത് വളരെ നോമിനൽ ആയിട്ട് ഒരു 500 രൂപയോ അല്ലെങ്കിൽ 1000 രൂപയോ ചെലവിൽ നമ്മുടെ പ്രവാസികൾക്കും നാട്ടോടെ സഹോദരങ്ങൾക്കും ലഭ്യമാകുന്ന രീതിയിലുള്ള വളരെ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഫീച്ചേഴ്സ് ആണ് നമ്മുടെ ഇതിലുള്ളത്. ഒരു മാർക്കറ്റ് അഗ്രിഗേറ്റർ ആയിട്ട് കർഷകരെയും പ്രവാസികളെയും നാട്ടിലുള്ള കർഷക സഹോദരങ്ങളെയും ഇവിടെയുള്ള പ്രവാസി സഹോദരങ്ങൾക്കും ഒരേപോലെ ഉപകാരപ്പെടുന്ന അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് റാട്ടാർ ചെയ്യാൻ ചെയ്യുന്നത്. അതിലോ ഇപ്പൊ എത്ര പേര് ഉണ്ടാവും സാറിനെ ഫോളോ ചെയ്യുന്ന? As of now, the app has been downloaded by around 10,000 people. Okay. ഞങ്ങളിത് തുടങ്ങിയത് 2024-ലാണ്. As an idea,
കോവിഡിന് മുമ്പേ ഞങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും വേണ്ട ബന്ധങ്ങൾ ഉണ്ടാക്കുകയും ഗവൺമെന്റ് ലെവലിലാണെങ്കിലും അതിന്റെ സർട്ടിഫിക്കേഷൻസ് ചെയ്യുകയും അതിന്റെ റെക്കഗ്നീഷൻസ് ചെയ്യുകയും അതിന്റെ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമായിരുന്നു. നൗ ദ ടെക്നോളജി ഈസ് ഡെവലപ്പ്, വി ഹാവ് എവറിഥിങ് ഈസ് റെഡി. ഇനി ഈ ആശയം ഈ ഒരു ആശയത്തിന്റെ എക്സിസ്റ്റൻസ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള കാര്യങ്ങളാണ് ഇനി നമുക്ക് ചെയ്യേണ്ടത്. പിന്നെ സെന്നിച്ചേട്ടനാണെങ്കിലും ഇപ്പോഴല്ലേ നമ്മളിപ്പോ SBയുടെ മീറ്റിന് വന്നപ്പോഴല്ലേ സെന്നിച്ചേട്ടൻ പോലും അറിയുന്നത്. എനിക്ക് അവാർഡ് കിട്ടിയപ്പോഴല്ലേ സെന്നിച്ചേട്ടൻ ഇത് അറിയുന്നത്. അപ്പോൾ ഇതിന്റെ അകത്ത് എങ്ങനെ ഇനി ഇതിന്റെ ഓവർഹെഡ് കോസ്റ്റ് എന്താ വരാനുള്ളത്? നമ്മളിപ്പോ സാറിന്റെ ഇതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാല് സാർ ആരെയും വിടുവോ ഈ പ്രോപ്പർട്ടി കാണാനും ഇത് ചെയ്യാനും സജഷൻ തരാനും? തീർച്ചയായിട്ടും നമ്മുടെ പ്രോപ്പർട്ടി മണ്ണ് പ്രിപ്പയർ ചെയ്യുന്നത് മുതൽ ലോക വിപണിയിലേക്ക് അവിടെ ഉണ്ടാകുന്ന കൃഷി വിഭവങ്ങൾ എത്തിക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഫ്രം സീഡിംഗ് ടു ടേബിൾ എന്നുള്ളതാണ് നമ്മളുടെ ആപ്തവാക്യം തന്നെ. ഫ്രം ഫാം ടു യുവർ ഡൈനിങ് ടേബിൾ എന്നുള്ളതാണ്. അതായത് സെന്നിച്ചേട്ടന്റെ നാട്ടിലെ പറമ്പിലെ വാഴ കൃഷി ചെയ്ത് ആ വിഭവങ്ങള് ഇവിടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി എത്തിക്കുന്ന സംവിധാനമാണ് റാട്ടാർ. സോ വാട്ട് ദ ഓണർ ഗെറ്റ്സ് ആൻഡ് വാട്ട് ഈസ് ദ ഓണേഴ്സ് കോസ്റ്റ്? Owner gets in the sense you're getting, your property, your not maintained, professionally maintained. Yeah, we will advise you. Okay. We will come to your property and കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലത്തിലും 140 നിയോജക മണ്ഡലത്തിലും റാട്ടാറിന്റെ വില്ലേജ് ഹബ്സ് തുടങ്ങണമെന്നാണ്. അതായത് 140 സംരംഭകരെ ഉണ്ടാക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു വർഷം കൊണ്ട് ഞങ്ങളുടെ ഉദ്ദേശം. അതിനുശേഷം കേരളത്തിലുള്ള 4000-ൽ പരം പഞ്ചായത്തുകളിൽ ഓരോ റാട്ടാർ ഹബ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനുശേഷം കേരളത്തിലുള്ള എല്ലാ ഗ്രാമങ്ങളിലും ഒരു റാട്ടാർ ഹബ് ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ എൻവിഷൻ ചെയ്തിരിക്കുന്നത്. Okay. So what is the limit of the property? What is the minimum requirement of the plot and what is the highest plot size? As such, there is no minimum. അര ഏക്കർ ആണെങ്കിലും 10 സെന്റ് ആണെങ്കിലും ഞങ്ങള് ശ്രമിക്കുന്നത് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കേരളത്തിലുള്ളത് സ്മോൾ ലാൻഡ് ഹോൾഡിംഗ് എന്നുള്ളതാണ്. അപ്പം റാട്ടാർ ഹബ്ബുകൾ വന്നു കഴിഞ്ഞാല് ഇപ്പം വലിയ കൃഷിയിടങ്ങളുള്ള കർഷകർക്കും ചെറിയ കൃഷിയിടങ്ങളുള്ള കർഷകർക്കും ഒരേപോലെ സേവനങ്ങൾ ലഭ്യമാക്കി കൊടുക്കാൻ റാട്ടാറിന് സാധിക്കും. സോ ചെറിയ കൃഷിയിടങ്ങളുള്ളവർക്ക് കൂൺ കൃഷി പോലെയും അതുപോലെ തന്നെ അല്ലെങ്കിൽ ഒരു കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംവിധാനം ഒക്കെ ആയിട്ട് നമ്മൾക്ക് എന്റർപ്രണർഷിപ്പ് സംരംഭകത്വം നമ്മുടെ ജനങ്ങളിൽ എത്തിക്കാനായിട്ട് സാധിക്കും. അവർക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റി ലഭ്യമാക്കി കൊടുക്കുക, പരിശീലനം ലഭ്യമാക്കി കൊടുക്കുക. നമ്മൾ SB കോളേജിന് 25 സ്റ്റുഡൻസിന് ഇന്റേൺഷിപ്പ് കൊടുത്തു ഈ കഴിഞ്ഞ വർഷം. അതുപോലെ തന്നെ കാത്തലിക്കറ്റ് കോളേജിലും റാന്നി സെന്റ് തോമസ് കോളേജിലും ഇപ്പോൾ തൊടുപുഴ ന്യൂമാൻ കോളേജിലും ഒക്കെ ചെറുപ്പക്കാരിലേക്ക് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് അവരെ ബിസിനസ്സുകാരാക്കാനായിട്ട് കാർഷിക അനുബന്ധമായ ബിസിനസ് നമ്മുടെ സമുദായത്തിന്റെ കോർ കോമ്പറ്റൻസി എന്ന് പറയുന്നത് കൃഷിയാണ്. ആ കൃഷിയാണ് നമ്മളെയൊക്കെ എന്റെ കർമ്മമാർക്ക് മലബാറിന് പോയത് കൃഷി ചെയ്ത് മക്കൾക്ക് ഭക്ഷ്യ സുരക്ഷ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയാണെങ്കിലും കൃഷി ആരെങ്കിലും ചെയ്താലല്ലേ നമ്മൾക്കൊക്കെ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. സോ അത് നമ്മളുടെ ഭക്ഷണം ജെന്യുവൻ ആയിട്ടുള്ള മറ്റ് സമുദായക്കാരുടെ ഉപദ്രവങ്ങളില്ലാണ്ട് അവരുടെ ദൈവങ്ങൾക്ക് സമർപ്പിക്കാത്ത നല്ല ഭക്ഷണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭ്യമാക്കി കൊടുക്കണമെന്നുള്ള ആ വലിയ ആശയത്തെ എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സാറിന്റെ കുടുംബ പശ്ചാത്തലം അറ്റ്ലാന്റയിലുള്ള ഫാമിലിയെ പറ്റി ഒന്ന് പറയാം. തീർച്ചയായിട്ടും. എന്റെ മിസ്സസ് സിനി അവളൊരു അധ്യാപികയാണ്, കെമിസ്ട്രി അധ്യാപികയാണ്. എന്റെ കുഞ്ഞുങ്ങള് എനിക്ക് ആൻഡ്രിയ മോള് അവളിപ്പം മെഡിസിൻ കഴിഞ്ഞ് ഇപ്പം ബ്രൗൺ യൂണിവേഴ്സിറ്റിയില് റെസിഡൻസി ചെയ്യുന്നു. ഡ്യൂക്ക് യൂണിവേഴ്സിറ്റി ഡുറാമിൽ നിന്നാണ്, നോർത്ത് കരോളിനയിൽ നിന്നാണ് മെഡിസിൻ ചെയ്തത്. അതുപോലെ തന്നെ ചേട്ടായുടെ നാട്ടിൽ നിന്നാണ് അവള് അണ്ടർഗ്രാഡ് ചെയ്തത്, റൈസ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു. പിന്നെ കുഞ്ഞുമോള് ഇപ്പം she graduated from high school and she's going to college in St. Louis. അല്ല മോൾ എന്റെ ലൈനിലാണ്, മൂത്ത മോള് സിനിയുടെ ലൈനിലാണ്, കുഞ്ഞുമോള് ഹ്യൂമാനിറ്റീസിലാണ്. സാറിന് ഫ്യൂച്ചറിൽ എന്താ സാർ ആഗ്രഹിക്കുന്നത്? ഈ ഒരു ബിസിനസ് തന്നെയാണോ അതോ വേറെ എന്തെങ്കിലും ചെയ്യണമെന്നാണ്? ഞാനൊരു അധ്യാപകനാണ്. വരും തലമുറയെ സംരംഭകത്വത്തിന്റെ മൂല്യം നമ്മളുടെ മലയാളികളുടെ ഇടയ്ക്ക് ജോലി എന്നുള്ളൊരു കാഴ്ചപ്പാട് മാത്രമേ ഉള്ളൂ. As a human resource professional, I believe when you are an entrepreneur and when you work for yourself, the community and the society and the country prosper more.
Because when you work for yourself, you can work 24 hours. If you work for somebody, you will work only 8 hours. If you are a good worker, Right. otherwise, you know. Yeah, limited. Yeah, Limited hours. correct, correct. And the wealth that you create is out of 8 hours and out of 24 hours is 24 times. That is true. So ഈ റാറ്റാറിന്റെ ഒരു കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇതിന്റെ സാറ് അനുഭവപ്പെടുന്ന ഏറ്റവും ഡിഫിക്കൽറ്റി എന്താണ്? ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഈ ആശയം സാധ്യമല്ല. കൃഷി എന്ന് പറഞ്ഞാൽ നഷ്ടമാണെന്നുള്ള പൊതുബോധം അത് തെറ്റാണ്. കൃഷി ചെയ്യേണ്ട പോലെ ചെയ്താൽ ഏറ്റവും മനുഷ്യ സംസ്കാരത്തിന്റെ ഏറ്റവും ആദ്യത്തെ ജീവിതമാർഗമാണ്, അല്ലെങ്കിൽ മനുഷ്യകുലത്തിന് അറിയാവുന്ന ഏറ്റവും ആദ്യത്തെ പ്രൊഫഷനാണ് കൃഷി. ആ കൃഷി നഷ്ടമാണെന്നുള്ള മലയാളിയുടെ തെറ്റിദ്ധാരണയാണ് മറ്റുള്ള സംസ്ഥാനക്കാർ ഹാർവെസ്റ്റ് ചെയ്യുന്നത്. അവരാണ് അതിന്റെ ലാഭം കൊയ്യുന്നത്. ആരെങ്കിലും കൃഷി ചെയ്താലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. Everyone needs food, you know. Everyone needs food, and why don't you create or rather cultivate your own food? Absolutely. At least you are sure what you are eating. Yeah, yeah. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മളെന്നാണ് പറയുന്നത്. Yeah, yeah. നമ്മള് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും കിട്ടുന്ന വിഷം കഴിച്ച് നമ്മള് മലയാളി വിഷമായി മാറുന്ന മലയാളി കൊലയാളിയായി മാറുന്നതിൽ യാതൊരു അത്ഭുതവും ഇല്ല. അതെ അതെ. സാറിനോട് അവസാനമായിട്ട് ഒരു ചോദ്യം ചോദിച്ചാൽ ഇതിന്റെ ഒരു വളർച്ച നെക്സ്റ്റ് 10 years എവിടെ ആയിരിക്കും എന്ന് സാർ വാട്ട് ഈസ് യുവർ തിങ്കിങ് നൗ? ഇത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു കാര്യമല്ല. നമ്മൾ നമ്മുടെ രാജ്യത്തിന്റെ ഭക്ഷണ സുരക്ഷയെ കുറിച്ചും ദൈവം അനുഗ്രഹിച്ച് നമുക്കിപ്പോ മേഘാലയ ഗവൺമെന്റ് ഈസ് യൂസിങ് അവർ ടെക്നോളജി. വൈറ്റ് ലേബിൾ നമ്മുടെ ആപ്ലിക്കേഷൻ ആണ് മേഘാലയ ഗവൺമെന്റ് ഉപയോഗിക്കുന്നത്. നമ്മളാണ് ആദ്യമായിട്ട് ജാക്ക് ഫ്രൂട്ടിന് ഒരു ടെക്നോളജി ഉണ്ടാക്കിയത്. കാരണം ലോകത്തിലെ ഏറ്റവും ജാക്ക് ഫ്രൂട്ട് ഈസ് ചക്കയാണ് രാജാവ് എന്നുള്ളത്. നമ്മുടെ കമ്പനിയാണ് ജാക്ക് ഫ്രൂട്ടിന് ആപ്ലിക്കേഷൻ. ചക്കയ്ക്ക് മാപ്പായി എന്നാണ് മനോരമ റിപ്പോർട്ട് ചെയ്തത്. സോ നമ്മളുടെ ഈ സംരംഭം കൊണ്ട് ആദ്യമേ ഉദ്യമിക്കുന്നത് ട്രോപ്പിക്കൽ ഫ്രൂട്ട്സിലും മെഡിസിനൽ പ്ലാന്റ്സിലുമാണ്. കാരണം ബാക്കിയുള്ള എല്ലാ തെങ്ങാണെങ്കിലും കവുങ്ങാണെങ്കിലും സ്പൈസസ് ആണെങ്കിലും അതെല്ലാം വ്യവസ്ഥാപിതമായ ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്സ് ഉണ്ട്, ബോർഡുകളുണ്ട്, കേര ബോർഡുണ്ട്, റബ്ബർ ബോർഡുണ്ട്. സോ അതിലൊന്നും നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. സോ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള സെക്ടർ ട്രോപ്പിക്കൽ ഫ്രൂട്ട്സും മെഡിസിനൽ പ്ലാന്റ്സുമാണ്. സോ നമ്മളിപ്പം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന റംബൂട്ടാൻ, മാംഗോസ്റ്റീൻ, അതുപോലെ തന്നെ മെഡിസിനൽ പ്ലാന്റ്സ്, അത്തരം കൃഷികൾ ആസൂത്രിതമായിട്ട് നമ്മുടെ ആൾക്കാരുടെ ഇടയിലേക്ക് പ്രൊമോട്ട് ചെയ്ത് അതിൽ നിന്ന് നമ്മുടെ കർഷകർക്ക് ലാഭം ഉണ്ടാക്കി കൊടുത്ത് ഈ ഒരു ആശയത്തിനെ വ്യാപകമാക്കാനായിട്ടാണ്. അത് കേരളത്തിൽ മാത്രമല്ല, നമുക്ക് കർണാടകയിലും ഒക്കെ കർണാടക ഗവൺമെന്റിന്റെ ഒക്കെ സപ്പോർട്ട് നമുക്കുണ്ട്. സോ പ്രത്യേകിച്ച് കേന്ദ്ര കാർഷിക സർവകലാശാലയുടെ വലിയ ഗവേണിങ്ങും സപ്പോർട്ടും നമുക്കുണ്ട്. സാറിനെ കോൺടാക്ട് ചെയ്യാനുള്ള ഒരു ഇമെയിൽ ഐഡിയോ ഫോൺ നമ്പറോ എന്തെങ്കിലും സാറിന് പറയാൻ പറ്റുന്നത്? തീർച്ചയായിട്ടും. എന്റെ ഇമെയിൽ ഐഡി anil@ratar.com, ANIL@ratar.com എന്നാണ് എന്റെ ഇമെയിൽ അഡ്രസ്. എന്റെ ഫോൺ നമ്പർ 404-484-4295. Again 404-484-4295. താങ്ക് യു അനിൽ ബ്രോ. ഇത്രയും വിശദമായ ഒരു കാര്യം സംസാരിക്കാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. എന്റെ സന്തോഷം. എനിക്ക് ഈ അവസരം തന്നതിന് സെലിച്ചേട്ടയ്ക്ക് നന്ദി. ഒരു കാര്യം കൂടെ ചോദിച്ചാൽ ഹൈപ്പോത്തിക്കലാണ്. സാറിനെ കൊണ്ട് കേരളത്തിലൊരു കൃഷിക്കാരനെ അല്ലെങ്കിൽ ഇതിന്റെ ഒരു സംരംഭകനെ നഷ്ടപ്പെട്ടു എന്നൊരു തോന്നല് കേരളീയർക്ക് ഉണ്ടാവുമോ? ഇല്ല. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം, ഞാനിവിടെ അമേരിക്ക വന്നിട്ട് തിരിച്ചു പോയാണ്. ഞാൻ പറഞ്ഞതുപോലെ ഞാൻ അഹമ്മദാബാദിൽ മാനേജ്മെന്റ് കൺസൾട്ടന്റ് റിസോഴ്സസ്. ഗുജറാത്തിൽ ചെയ്ത ബിസിനസ് കേരളത്തിൽ ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് തിരിച്ചു പോയത്. പക്ഷെ തിരിച്ചു പോയപ്പം അവിടെ ഒന്നേന്ന് തുടങ്ങുന്നതിന് പകരം അമേരിക്കയിൽ വന്നിട്ട് ഒന്നേന്ന് തുടങ്ങാനായിട്ടും ഇതൊക്കെ തബ്രാന്റെ പദ്ധതികളാണ്. അപ്പൊ ഞാൻ തിരിച്ചു വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് ഈ ഡയാസ്പൊറ എന്നുള്ള ആശയം പോലും ഉണ്ടാകുമായിരുന്നു. ആശയം ഉണ്ടാകുമെങ്കിൽ അത് പ്രാവർത്തികമാക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അതിനുവേണ്ടി ആയിരിക്കണം ഒരുപക്ഷെ എന്നെ ഇവിടെ എത്തിച്ചത്, തബ്രാൻ എത്തിച്ചത്. താങ്ക് യു സോ മച്ച്. സാറിന്റെ ഇന്നത്തെ അവാർഡ് ദാനം കാണാൻ ദൈവം ഞങ്ങൾക്ക് എനിക്ക് അവസരം ഉണ്ടാക്കട്ടെ. താങ്ക് യു സോ മച്ച്. യു വെൽക്കം. ഒത്തിരി നന്ദി. അങ്ങയുടെ ഗുഡ് വിൽ.